ഹലോ മൈ ഡിയർ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ്, എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻസ്? ഐ ഹോപ്പ് ദേ ഗോയിങ് റിയലി വെൽ. നമ്മൾ ഈ എക്സാം അടുപ്പിച്ചായിട്ട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിരുന്നു. വെർബൈ ലോ പേപ്പറിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാർക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ദ റിക്വസ്റ്റ് ദാറ്റ് ഹാഡ് കം വാസ് ഫോർ എക്കണോമിക്സ് പേപ്പർ. അതിൻ്റെ വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. ആൻഡ് ഐ എം റിയലി ഓവർവെൽഡ്. താങ്ക് യു ഫോർ ഓൾ ദി ലവ് ദാറ്റ് യു ഹാഡ് ഷോൺ. ലാസ്റ്റ് ആയിട്ട് നമ്മളിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ട്സ് ആണ്. പിന്നെ വന്ന മെസ്സേജ് അക്കൗണ്ട്സിൻ്റെ ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ക്ലിയർലി നിങ്ങൾക്ക് ഐ എം നോട്ട് ഗോയിങ് ടു ഷെയർ യു ഇനി ഈ ടോപ്പിക്സ് പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കുക. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ വി ആർ ഓൺലി ഗോയിങ് ടു ഡു നിങ്ങൾ ഇതുവരെ പഠിച്ച നോളേജിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എങ്ങനെ മാർക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റിക്ക് വിത്ത് മീ ടിൽ ദി എൻഡ്, യൂസ്ഫുൾ ആവും ഇൻഷാ അല്ലാഹ്. ബിഫോർ ദാറ്റ് ഒരു ക്വിക്ക് റിമൈൻഡർ, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോൻ്റെ ഫ്രീ മാരത്തോൺ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് അവൈലബിൾ ഇൻ മൈ വെബ്സൈറ്റ് CA.shanlusman.com എന്നുള്ള വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫൗണ്ടേഷൻ്റെ ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ് ആണ്. വൺസ് നിങ്ങളത് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ആപ്പിലായിരിക്കും അവൈലബിൾ ആയിരിക്കും. യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ്, ഞാനിവിടെ പ്രൊവൈഡ് ചെയ്ത വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക. ഐ വിൽ ഗൈഡ് യു ത്രൂ ദിസ്. നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് വെർബൈ. നിങ്ങൾക്ക് വട്ട് എവർ സ്പെസിഫിക് ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡിലി വാട്സാപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ. അക്കൗണ്ട്സ് പേപ്പറിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്? ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് യു അറ്റൻഷൻ ടു എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ BOSlive.ICA.RG എന്നുള്ള വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ സജസ്റ്റഡ് ആൻസർ എന്നുള്ള സെക്ഷനിൽ പോവുകയാണ്. സജസ്റ്റഡ് ആൻസറിൽ ഫൗണ്ടേഷനിൽ ഫോക്കസ്. ഓക്കെ, നമ്മൾ സെപ്റ്റംബറിൻ്റെ ആൻസർ ഷീറ്റ് അല്ല നമുക്ക് വേണ്ടി, അത് അവിടെ കട്ടെ. സെപ്റ്റംബറിൻ്റെ എടുത്തിട്ട് ഈ താഴത്തെ സാധനം ഇത് സമ്മറി ഓഫ് എക്സാമിനേഴ്സ് കമൻറ്റ്, അതിൽ ഫസ്റ്റത്തെ കമൻറ്റ് വായിക്കാം കേട്ടോ. The question required examinees to state whether the given statement were true or false. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ് ഉണ്ടാവുക. With proper reasoning, few examinees, അതായത് സ്റ്റുഡൻസ്, were unable to give correct logical reasoning in 2 or 3 subparts of the statement ഓഫ് ട്രൂ ഓർ ഫോൾസ്. ഇത് നമ്മൾ സെപ്റ്റംബറിൻ്റെ ഇവാലുവേറ്ററിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എവിടെ നിന്ന് വന്നാണ്? ഇത് ICAയുടെ തന്നെ ഇവാലുവേറ്റേഴ്സ് പറയുന്നതാണ്, വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഇത് നമ്മൾ സെപ്റ്റംബറിൻ്റെ വായിച്ചു. ഗോയിങ് ബാക്ക്, മെയിൽ അഗെയിൻ എക്സാമിനേഴ്സ് കമൻറ്റ്. ഞാൻ വായിക്കണില്ല, നിങ്ങൾ തന്നെ വായിച്ചോളൂ. സോ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ട്രൂ ഓർ ഫോൾസ് ജസ്റ്റ് നിങ്ങൾ ആൻസർ ട്രൂ ഫോൾസ് എന്ന് എഴുതി കൊടുത്താൽ മാത്രം പോരാ, അതിൻ്റെ പ്രോപ്പർ റീസണിങ് വേണം, വാലിഡ് റീസണിങ് വേണം. അതിലാണ് നമ്മൾ മാർക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. യു നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദിസ്. ഞാനതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഈ പോയിന്റ് പറഞ്ഞിരുന്നു. സ്റ്റാർട്ടിങ് വിത്ത് ദിസ്, ഗോയിങ് ടു ദ നെക്സ്റ്റ് എലമെൻറ്റ്. നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസിൽ നമുക്കൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സംഭവമാണ് അക്കൗണ്ട്സ് പേപ്പറിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് നമ്മളെ ബാലൻസ് ഷീറ്റ് ടാലി ആക്കാനാണ്. നമ്മളിവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കാണ് പഠിക്കുന്നത്, അല്ലാതെ അക്കൗണ്ട്സ് അല്ല. യെസ്, CAക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അക്കൗണ്ട്സ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കൗണ്ട്സ് പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. CA എക്സാംസിൽ യു നീഡ് നോട്ട് വെറി അബൌട്ട് നിങ്ങളെ ബാലൻസ് ഷീറ്റ് ടാലി ആയില്ല, അവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കിവിടെ സ്റ്റെപ്സിന് മാർക്സ് ഉണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾ സ്റ്റെപ്സ് എല്ലാം പ്രോപ്പർലി എഴുതി എന്നുള്ളത്. ആൻഡ് ബൈ സ്റ്റെപ്സ്, വെൻ ഐ സേ സ്റ്റെപ്സ്, പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ തന്നെ നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടി ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ വർക്കിംഗ് നോട്ട്സ് ഒക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും. അതല്ല അതിൻ്റെ പ്രോപ്പർ മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ. ഒരു ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും ഒരു ഐറ്റം, നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യുമ്പോൾ അതിൽ വർക്കിംഗ് നോട്ട് ഉണ്ടെങ്കിൽ ആ വർക്കിംഗ് നോട്ട്സ് നിങ്ങൾ താഴെ പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് അതിന് വർക്കിംഗ് നോട്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുക, വർക്കിംഗ് നോട്ട് 1. എന്നിട്ട് അത് നിങ്ങൾ ഈ ആൻസറിൻ്റെ ഇവിടെ റെഫറൻസ് കൊടുക്കുക, ഈ ഫിഗർ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത് എന്നുള്ളത്. ദാറ്റ് ഷോസ് ഒന്നുകൂടി പ്രൊഫഷണൽ ഫോം ഓഫ് പ്രസൻറ്റേഷൻ, വിച്ച് അഗെയിൻ സേസ് നമ്മളെ എക്സാംസിൽ വർക്കിംഗ് നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ എക്സാമിൽ അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർലി നിങ്ങൾ അസംഷൻസ് എന്താണെന്ന് എഴുതണം. ഈവൻ 1+1=2 ആണ് എന്നുള്ളത് നിങ്ങൾ, അതിപ്പോൾ ഇവാലുവേറ്റർ എന്നേക്കാൾ സ്മാർട്ടായിട്ടുള്ള ഒരാളല്ലേ എന്ന് വിചാരിച്ച് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആവാൻ പാടില്ല. നിങ്ങൾ എഴുതുന്ന ഓരോ സ്റ്റെപ്സിനും വർക്കിംഗ് നോട്ട് ക്ലിയർ ആയിട്ട്, ആസ് ഇഫ് നിങ്ങൾ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന പേഴ്സണിന് ഇതുപോലും അറിയില്ല എന്നുള്ള പ്രിസംഷനിൽ വേണം നിങ്ങൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് എലാബറേറ്റ് ആയിരിക്കണം. ഡോണ്ട് ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. മൂവിങ് ഓൺ. സോ വർക്കിംഗ് നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, പൊതുവെ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇവാലുവേറ്റേഴ്സ് പറയാറുള്ള പോയിന്റ് എന്ന് വെച്ചാൽ,
ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താ എന്നുള്ളത് സ്റ്റുഡൻസ് ക്ലിയർലി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെൻറ്റ്. സെക്കൻഡ് പോയിന്റ്, അതിപ്പോൾ ഈ എക്സാം മാത്രമല്ല, സെപ്റ്റംബർ മാത്രമല്ല, മെയ്യിലും അതിൻ്റെ മുന്നത്തെ അറ്റംപ്റ്റൊക്കെ അവർ പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ക്ലിയർലി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. പലപ്പോഴും പറ്റാറുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ പറയും ഡ്രോവിൻ്റെ ബുക്സിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ക്വസ്റ്റ്യന് പലപ്പോഴും നമ്മൾ എഴുതി കൊടുക്കുക ഡ്രോവറിൻ്റെ ബുക്സിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള എൻട്രീസ് ആണ്. സോ യു നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താ, അവർ ആര് ബുക്കിലുള്ള എൻട്രീസ് പാസ് ചെയ്യാനാണ് ഈ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ സബ് പോയിന്റ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു പേജിൽ സബ് പോയിന്റ് എയും ബിയും കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ സബ് പോയിന്റ് സി അപ്പുറത്തെ പേജിലുണ്ടാവും. അത് കാണാതെ നമ്മൾ ഈ എയും ബിയും വെച്ചിട്ട് മാത്രം നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിന്നിട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പേജ് ഫ്ലിപ്പ് ചെയ്യുമ്പോഴേക്കാരം അപ്പുറത്ത് ഈ ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ളത് കാണുക. വേർബൈ ഒരു പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആൻസറാണ് ചിലപ്പോൾ മാറും. സോ ബി വെരി കെയർഫുൾ. ആ ക്വസ്റ്റിന് എന്തെങ്കിലും റിമൈനിങ് പാർട്സ് ഉണ്ടോ എന്ന് അപ്പുറത്തെ സൈഡ് ഫ്ലിപ്പ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങളെ ആൻസർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കുറേ കെയർലെസ് മിസ്റ്റേക്സ് ആണ് പൊതുവേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റുഡൻസ് വരുത്താറുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ക്യാരി ഫോർവേഡ് ഒക്കെ ഒരു പേജിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ആൻസർ അങ്ങനെ എഴുതി വന്നിട്ട് ഇപ്പോൾ 1023.52 എന്നുള്ളത് അപ്പുറത്തെ പേജിലേക്ക് വരുമ്പോൾ 1023.25 എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഏറെക്കുറെ പ്രസൻറ്റേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള പോയിന്റ്സ് പറഞ്ഞ് തിയറി ആയിട്ട് എഴുതാനുള്ള പോയിന്റ്സിലൊക്കെ ദിസ് ഇസ് നോട്ട് ലൈക്ക് ലോ പേപ്പർ വേർ കീവേഡ്സ് അങ്ങനത്തെ ഫാക്ടേഴ്സിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ അസസ് ചെയ്യുന്നത്. സോ അവിടെയൊക്കെ വാട്ട് എവർ ഇസ് റിക്വയർഡ് തിയറി പാർട്ട് നിങ്ങളിടുന്ന് പ്രസൻറ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നോ അത് ക്ലിയർലി മെൻഷൻ ചെയ്ത് കൊടുക്കുക. കാൽക്കുലേറ്റർ മേക്ക് ഷുവർ നിങ്ങൾ ഇത്രയും കാലം ഏത് കാൽക്കുലേറ്ററാണോ കൊണ്ടുപോയത് അത് തന്നെ കൊണ്ടുപോകാൻ നോക്കുക. സോ ദാറ്റ് യു ഫെമിലിയർ വിത്ത് ദാറ്റ്. ഈ സമയത്ത് എക്സാം ഹോൾ പുതിയതൊന്ന് കൊണ്ടുപോയിട്ട് പരീക്ഷിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. Another thing that I would like to say from my side, CA എക്സാംസ് ആണ് ഒരു പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. ബി പ്രിപ്പയർഡ്. ICA ചിലപ്പോൾ മൈൻഡ് ഗെയിംസ് ഒക്കെ കളിക്കും. ഫസ്റ്റ് എക്സാമിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ദേ മേ മേക്ക് യു ഫീൽ പേപ്പർ ടെക്നിക്കൽ ആണ്, എന്നിട്ട് ആ എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ കുറേ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയായിരുന്നു, അതിൽ മിസ്റ്റേക്ക് പറ്റി, നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്, പ്രോമിസ് മീ യു ഗോയിങ് ടു കംപ്ലീറ്റ് എൻറ്റയർ എക്സാംസ്. അക്കൗണ്ട്സ് ടഫായിരുന്നു കുഴപ്പമില്ല, ലോ പോയിട്ട് എഴുതും. ലോ ടഫായിരുന്നു കുഴപ്പമില്ല, എക്കണോമിക്സും മാത്സും എല്ലാം എഴുതും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബിക്കോസ് പലപ്പോഴും കണ്ടുവരാറുള്ള ട്രെൻഡ് എന്താ വെച്ചാൽ അക്കൗണ്ട്സ് മേ ബി നിങ്ങൾ വിചാരിച്ച പോലെ പോയില്ല, പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതിൽ നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിൽ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളെ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ പ്രിപ്പറേഷൻസ് വേഴ്സ് ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. സോ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും വരുത്താറ് നിൽക്കില്ലേ. ദിസ് വാസ് ദ മൊമെന്റ് ദാറ്റ് യു ആർ വെയിറ്റിംഗ് ഫോർ. ഈ സമയത്ത് നിങ്ങളെ ഡൗട്ട് അടിക്കാനൊന്നും പാടില്ല. I wish you all the best. Do your best. Inshallah, see you intermediate കാണാം. If you found this video useful, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ലൈക്ക് ഐ സെഡ്, എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ലീവ് മി എ മെസ്സേജ്. ഞാൻ നമ്മുടെ പ്രൊവൈഡ് ചെയ്ത വാട്സ്ആപ്പ് നമ്പറിൽ. ഐ ഗെസ് ദിസ് വുഡ് ബി ദ എൻഡ് ഓഫ് നമ്മുടെ ഫൗണ്ടേഷനുള്ള ഗൈഡൻസിനുള്ള സീരീസിന്. ഇനിയിപ്പോൾ എക്സാം അടുപ്പിച്ചായി. ഫോക്കസ് വെരി വെൽ ഓൺ യുവർ സ്റ്റഡീസ്. ബൈ.